ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ പഠന ഗ്രൂപ്പിൻ്റെ എല്ലാ ആത്മമിത്രങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. വീണ്ടും ഒരു കർക്കിടക മാസം കൂടി സമാഗതമാവുകയാണ്. നമുക്കറിയാം, ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബം കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ ആത്മോപദേശ ശതകം മഹായജ്ഞാചരണം ആചരിച്ച് വന്നവരാണ്. ഈ വർഷവും അത് ഭംഗിപൂർവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ആയതിനാൽ ആത്മോപദേശ ശതകം 6-ാം ശ്ലോകം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ഉദ്യമം എന്നിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതിന് ആദ്യം തന്നെ അഡ്മിൻ പാനലിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൻ്റെ മറ്റ് എല്ലാ സഹപ്രവർത്തകർക്കുമുള്ള നന്ദിയും സ്നേഹവും ആദ്യം തന്നെ അറിയിച്ചുകൊള്ളുന്നു. മഹാഗുരു ആത്മാനുഭവം നേടിയെടുത്ത് അരുവിപ്പുറത്ത് വിശ്രമിച്ചിരിക്കുന്ന കാലത്താണ് ഈ കൃതി രചിക്കുന്നത്. അന്ന് കൂടെ ഉണ്ടായിരുന്നവർ ഇതു പകർത്തിയെടുത്തു എന്നാണ് വിശ്വാസം. കുറെ കാലം കൊണ്ട് പലരുടെയും പകർപ്പിൽ നിന്ന് ഭിന്നങ്ങളായ പാഠഭേദങ്ങൾ പല പദ്യങ്ങളിലും കടന്നുകൂടി. അനന്തരം മിക്കവാറും പദ്യങ്ങൾ ക്രമപ്പെടുത്തി വിവേകോദയത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീട് 1917 മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ ഈ കൃതി പ്രസിദ്ധീകരിച്ചു. ആത്മസ്വരൂപം, സാധനാമാർഗങ്ങൾ, അനുഭൂതി ദശകൾ, വേദാന്തശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. 100 പദ്യങ്ങളടങ്ങുന്ന ഈ കൃതിയിൽ ജഗത്തിൻ്റെ പരമസത്യമെന്ന് സംശയാതീതമായി ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അദ്വൈത ബോധമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ആത്മോപദേശ ശതകത്തിൻ്റെ 6-ാം ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉണരണം ഇന്നിയുറങ്ങണം, ഭുജിച്ചേടണമശനം പുണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പം ആകയാൽ ആരുണരുവത് ഉള്ള ഒരു നിർവികാര രൂപം. പദങ്ങൾ പിരിച്ച് നമുക്ക് അർത്ഥതലത്തിലേക്ക് കടക്കുമ്പോൾ, ഉണരണം, ഉറങ്ങിയിട്ട് ഉണരണം, ഇന്നി ഉറങ്ങണം, വീണ്ടും ഉറങ്ങണം, ഭുജിച്ചിടണമശനം, ആഹാരം കഴിക്കണം, പുണരേണം, ദാമ്പത്യസുഖം അനുഭവിക്കണം, എന്നിവണ്ണം, എന്നിപ്രകാരം, അണയുമനേക വികൽപ്പം, അനേക സങ്കല്പങ്ങൾ വന്നു ചേരും, ആകയാൽ ഈ സങ്കല്പ വലയത്തിൽ പെട്ടുഴലുന്നതു നിമിത്തം, ആരുണരുവത്, സത്യം കണ്ട് ഉണരാൻ ആർക്കു കഴിയും, ഉള്ള ചിത്തത്തിന്റെ യഥാർത്ഥ സ്ഥിതി ഒരു നിർവികാര രൂപം, അതിശയകരമാം വണ്ണം നിർവികാരമാണ്. അതായത് ഉറങ്ങിയിട്ട് ഉണരണം, വീണ്ടും ഉറങ്ങണം, ആഹാരം കഴിക്കണം, ദാമ്പത്യ സുഖം അനുഭവിക്കണം എന്നിപ്രകാരം അനേക സങ്കല്പങ്ങൾ വന്നു ചേരും. ഈ സങ്കല്പ വലയത്തിൽ പെട്ടുഴലുന്നതു നിമിത്തം സത്യം കണ്ടുണരാൻ ആർക്കു കഴിയും, ചിത്തത്തിന്റെ യഥാർത്ഥ സ്ഥിതി അതിശയകരമാം വണ്ണം നിർവികാരമാണ്. അർത്ഥതലങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. മനുഷ്യജീവിതം ആവർത്തിക്കപ്പെടുന്ന സങ്കല്പങ്ങളുടെ ഒരു വലയത്തിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുക, ഉണരുക, ഉണ്ണുക, ദാമ്പത്യസുഖം അനുഭവിക്കുക, ഇവയാണ് ആ സങ്കല്പ വലയം. ഏതാനും അടിസ്ഥാന സങ്കല്പങ്ങളുടെ തൃപ്തിക്കു വേണ്ടിയാണ് സകല കർമ്മചലനങ്ങളുമെന്ന് ചിന്താശീലന്മാർക്ക് കാണാൻ പ്രയാസമില്ല. എന്നാൽ ഈ അടിസ്ഥാന സങ്കല്പങ്ങൾ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിപ്പെട്ട് ശമിപ്പിക്കുന്നത് കാണാനും കഴിയില്ല. വസ്തുസ്ഥിതി എന്തെന്നറിയാത്ത അജ്ഞതയാണിതിന് പ്രധാന കാരണം. ഒന്നിനു പുറകെ ഒന്നായി ഭ്രമണരൂപത്തിൽ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക സങ്കല്പങ്ങളിൽ പെട്ട് ഉഴലുന്നതുകൊണ്ട് വസ്തുതത്വം ഒരിക്കലും ദൃഷ്ടിഗോചരമാകുന്നുമില്ല. സദാ ചഞ്ചലമായ ചിത്തത്തിന് ഒരിക്കലും വസ്തു തെളിയുകയുമില്ല. അത് വെളിപ്പെടുത്താനാണ് അനേക വികൽപ്പമാകയാൽ ആരുണരുവത് എന്ന് ഗുരു ഇവിടെ ചോദിച്ചിരിക്കുന്നത്.
എന്നാൽ ഈ വികൽപ്പങ്ങൾ അജ്ഞത നിമിത്തം കൃത്രിമമായി വന്നു ചേരുന്നവയാണ്. സത്യസ്ഥിതി തെളിയുന്ന ചിത്തത്തിന്റെ യഥാർത്ഥ രൂപം ആനന്ദഘനമായ ബോധം തന്നെയാണ്. അത് നിശ്ചലവും നിർവികാരവുമാണ്. ഉള്ളൊരു നിർവികാര രൂപം എന്ന ഈ ഒരു കൊച്ചു മലയാള വാക്യത്തിൽ ഗുരുദേവൻ അത്യുജ്വലമായ ഒരു പരമസത്യമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉള്ള്, അതായത് ചിത്തം അഥവാ മനസ്സ് ഒരു നിർവികാരമാണ് എന്ന സത്യമാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. സങ്കല്പങ്ങൾ മാറിമറയുന്ന താൽക്കാലികങ്ങളായ നാമരൂപ പ്രതിഭാസങ്ങളാണ്. നിശ്ചലവും നിർവികാരവുമായി തീരുന്ന ചിത്തം തന്നെയാണ് ബ്രഹ്മം. നാമരൂപ പ്രവാഹത്തിൽപ്പെടുന്ന ചിത്തം പ്രപഞ്ചമാകുന്നു. നിശ്ചലവും നിർവികാരവുമായ ചിത്തം ബ്രഹ്മവുമാകുന്നു. വേദാന്ത സിദ്ധാന്തം മുഴുവൻ ഈ രണ്ട് കൊച്ചു വാക്യങ്ങളിൽ ഭഗവാൻ നമുക്ക് ഒതുക്കി തരികയാണ്. അദ്വൈത വേദാന്ത ദർശനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളും ഒരു ക്യാപ്സ്യൂള് രൂപത്തിൽ നമുക്ക് ആത്മോപദേശ ശതകത്തിലൂടെ ഭഗവാൻ കാട്ടിത്തരികയാണ്. ഈ ആത്മോപദേശ ശതകത്തിന്റെ പഠനത്തിലൂടെ ആരാണ് യഥാർത്ഥത്തിൽ മഹാഗുരു, എന്തായിരുന്നു അവിടുത്തെ അവതാര ലക്ഷ്യം എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. എല്ലാവർക്കും ഈ ഒരു പഠനത്തിലൂടെ ഗുരുവിൻ്റെ ആ ദർശന ബോധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് അവസരം നൽകിയ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം.